വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മുന്നിൽ നശിച്ചു പോകും. ഒരൊറ്റ എണ്ണം പോലും അതും പറ്റി പിടിച്ചിരിക്കില്ല. അപ്പോൾ പയർ കൃഷി ചെയ്യുന്നവർക്ക് മുഞ്ഞ പോകാനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും കൂടിയിട്ടുള്ളത്. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇപ്പം നമ്മൾ വെണ്ടക്കൃഷിയുടെ പരിചരണം, അതുപോലെ വെണ്ടക്കൃഷിക്ക് വരുന്ന ഒരു പ്രത്യേക ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗം, അതുപോലെ പയറിലെ മുഞ്ഞ ഒത്തിരി പേർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പയറ്, അതുപോലെ തന്നെ അമര, ഇതിലൊക്കെ മുഞ്ഞ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയുടെ അടിഭാഗത്ത് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ വന്ന് നീരൂറ്റി കുടിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അതിനുള്ള പരിഹാര മാർഗമാണ് നമ്മളിന്ന് പറയുന്നത്. അതിനുശേഷം വെണ്ട കൃഷിക്ക് യാതൊരു കീടബാധയും ഇല്ലാതെ ധാരാളം വെണ്ട പറിച്ചെടുക്കാനായിട്ടുള്ള ടിപ്പും കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരം പറയാലോ അല്ലെ. ആര്യവേപ്പിന്റെ ഇല ഉണ്ടല്ലോ, അത് വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ആര്യവേപ്പിന്റെ ഇല കിട്ടാനുണ്ടാവില്ല. അപ്പൊ കിട്ടാനുള്ളവർക്ക് ഈ ആര്യവേപ്പിന്റെ ഇല വെച്ചിട്ടുള്ള ടിപ്പ് വളരെ നല്ലതാണ്. രണ്ടാമത് നമ്മുടെ നീം ഓയിലും സോപ്പും കൂടെ അത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആര്യവേപ്പിന്റെ ഇലയാണെന്നുണ്ടെങ്കിൽ ആ നീം ഓയിലിന്റെ അതൊക്കെ കിട്ടും. പക്ഷെ അത് കിട്ടാനില്ലാത്തവർക്ക്, ആര്യവേപ്പിന്റെ ഇല കിട്ടാനില്ലാത്തവർക്ക് നീം ഓയിലും സോപ്പും കൂടെ ഉള്ളതുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യാനുസരണം ആര്യവേപ്പില പറിച്ചെടുക്കുക. അപ്പൊ ഇത്ര അളവ് എന്നില്ല. അപ്പൊ നമുക്ക് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാം. പറിച്ചെടുത്ത് ഒത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇത് അരച്ച് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് ആക്കേണ്ടത്. കണ്ടു, ആര്യവേപ്പില അരച്ച് അതിൻ്റെ കൂടെ ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, നമ്മൾ ഇങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നേരിട്ട് ഇതിലോട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ ഇത് നേരിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചില സമയത്ത് നമ്മളുടെ വെണ്ട ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ള മുട്ടകൾ പോലെയുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ കുത്തുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ പയറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പയറിൻ്റെ തണ്ടുമ്മയും ഇലയമ്മയും പയറുമ്മ തന്നെ നമുക്ക് ഈ മുഞ്ഞ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക. അതായത് ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിന് അടിയിൽ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കൈ വെച്ച് ചെയ്യണോണ്ട് യാതൊരു പ്രശ്നവുമില്ല. ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും അല്ല. അപ്പൊ കൈവച്ച് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ വെള്ള മുട്ടകളൊക്കെ പോലെയൊക്കെ കാണുകയാണ്. കീടങ്ങൾ വന്നിരുന്ന് പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെടുത്ത് അത് നല്ല രീതിക്ക് തന്നെ പിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ പയറിലെ മുഞ്ഞയ്ക്കാണെന്നുണ്ടെങ്കിലും ഇത് വളരെ ബെസ്റ്റാണ്. മുഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അങ്ങ് ചെയ്യാം. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യണതാണ് കൂടുതൽ മുഞ്ഞ പോവാനായിട്ട് നല്ലത് കേട്ടോ. മുഞ്ഞ പോവാനായിട്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല വെയിലുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് നശിച്ചു പോകും. എന്നിട്ട് നമ്മൾ വൈകിട്ട്, അതായത് ഇപ്പൊ മുഞ്ഞയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ നന്നായിട്ട് ചെയ്തു. വൈകിട്ട് നന്നായിട്ട് ഇതിന്റെ അടിയിൽ അങ്ങ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മുഞ്ഞി നശിച്ചു പോകും. ഒരൊറ്റ എണ്ണം പോലും അതും പറ്റി പിടിച്ചിരിക്കില്ല. അപ്പോൾ പയർ കൃഷി ചെയ്യുന്നവർക്ക് മുഞ്ഞ പോകാനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും കൂടിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അത് ഈ വെണ്ട കൃഷിക്കാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് അരച്ച് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചെറിയ രീതിയിലുള്ള കുരുടിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാം. ഇത്ര ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പൊ നമുക്ക് 1 സ്പൂണൊക്കെ അരച്ചതാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രെയറിൽ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. ഇതേ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് ഇതേ നന്നായിട്ട് അങ്ങ് ഇലയുടെ അടിയിലേക്കും തണ്ടുമ്മയ്ക്കും ചുവട്ടിലും ഒക്കെ ആവുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളാണ്. അപ്പൊ അത് എല്ലാ കീടങ്ങളും എല്ലാ ചെടിക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതെല്ലാം നമ്മുടെ ഇലയുടെ അടിയിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് രൂപത്തിലാക്കാം. മുഞ്ഞ പോവാനും
പേസ്റ്റ് രൂപത്തിൽ ആക്കണത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മണ്ണിൽ ആവുന്നതുകൊണ്ടും ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഇത് നമ്മളെന്താ പറയാ, കുളിച്ചു നിൽക്കുന്ന പോലെ, അതായത് വെള്ളം നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന പോലെ അതിന്റെ ഇലയമ്മയും തണ്ടുമ്മയും മണ്ണിലും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. ഇനിയിപ്പോ എല്ലാവർക്കും ആര്യവേപ്പിന്റെ ഇല കിട്ടണമെന്നില്ല അല്ലെ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് സോപ്പും നീം ഓയിലും കൂടെ ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. കണ്ടു, നമുക്ക് നീം ഓയിലും ബാർ സോപ്പും കൂടെ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കി വെക്കാനായിട്ട് പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. മുന്നേക്ക് ആ ബാർ സോപ്പും അതുപോലെ തന്നെ നമ്മൾ നീം ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ ആക്കി നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലങ്ങളോളം ഇരിക്കും. അപ്പൊ നമുക്ക് ആവശ്യാനുസരണം ഇത് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ മുഞ്ഞ പോവാനുള്ള ഇത് മെഡിസിൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മെയിനായിട്ട് ഇതും അതുപോലെ തന്നെ വേപ്പിന്റെ ഇല അരച്ചിട്ടുള്ളതും പച്ചമഞ്ഞളൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുഞ്ഞ പോവാന മരുന്നായിട്ട് നമ്മൾ തരുന്നതും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതും. അതുപോലെ വെള്ളീച്ച പോകാനുള്ളതിലും അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഒഴിവില്ലാത്തവർക്ക് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും. ഇനി നമ്മളിത് കുറച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ചെടിയുടെ അടിയിലോട്ട് നേരത്തെ നമ്മൾ ചെയ്തല്ലോ അതേപോലെ തന്നെ നന്നായിട്ട് ഇത് സോപ്പിന്റെ ഇതാണ്. അപ്പൊ ഈ സോപ്പ് അധിഷ്ഠിതമായത് ചെല്ലണ സമയത്ത് ഈ കീടങ്ങളൊക്കെ നശിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വൈകിട്ട് നമ്മൾ അത് നന്നായിട്ട് അങ്ങ് കഴുകി കളയാം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുമല്ലോ, അപ്പൊ ഇലയുടെ അടിയിലേക്കൊക്കെ നന്നായിട്ട് നനയ്ക്കുന്നത് മൂലം കീടങ്ങൾ പോകുന്നത് മാത്രമല്ല മുഞ്ഞ പിന്നെ പരിസരത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ ഒരു രണ്ട് ടിപ്പ് ഒത്തിരി യൂസ്ഫുൾ ആണ്. നമ്മളത് ചെയ്ത് സക്സസ് ആയതാണ്. മാത്രമല്ല നമുക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല. ഇത് ഉണ്ടാക്കി വെച്ച് നമുക്ക് സൂക്ഷിച്ച് പതിയെ ആക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തനിയെ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം. ഇനി വെണ്ട കൃഷിക്ക് മണ്ണിലൂടെയുള്ള പ്രശ്നം വരും, തണ്ടുതുരപ്പം പുഴു വരും, ഇലച്ചുരുട്ടി പുഴു വരും. അപ്പൊ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് നടുന്ന സമയത്ത് തന്നെ ഈ ഗ്രോ ബാഗിൽ ഒരു പിടി ആര്യവേപ്പിന്റെ ഇല ഇട്ട് വെക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഈ ആര്യവേപ്പിന്റെ ഇല ഒരു പിടി ഇട്ടിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ടിപ്പ് മറക്കരുത്. വെണ്ട കൃഷിക്ക് മാത്രമുള്ളതാണ്. സ്പെഷ്യലായിട്ട് ആര്യവേപ്പിന്റെ ഇല ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നാൽ പയർ കൃഷിക്കാണെന്നുണ്ടെങ്കിലോ ചാരം ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഓരോന്നിനും വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ അല്ലെ? പിന്നെ ഇതിന് കീടബാധ ഇല്ലാതിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടല്ലോ, വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്നരാടം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതായത് നമ്മൾ അപ്പോൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അതെടുത്ത് നന്നായിട്ട് അങ്ങ് ഞെരടി പിഴിയണം കേട്ടോ. ഞെരടി പിഴിഞ്ഞ് അരിച്ച് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് അതിന് 1.5 ദിവസങ്ങളിൽ അതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളുടെ അടിയിലും ഒക്കെ ആവുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടബാധ ഉണ്ടാവില്ല. എന്നാൽ പയറിനാണെന്നുണ്ടെങ്കിലോ നമ്മൾ ചാരം സ്ലറിയാണ് ഇതുപോലെ കൊടുക്കേണ്ടത്. അതായത് പയർ നട്ട് നമ്മളൊരു 10-20 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു 5 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റ് എടുക്കുക. അതിലോട്ട് നമ്മൾ ഒരു പിടി ചാരം ഇടുക. അതിലേക്ക് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം 1 കപ്പ് ഒഴിച്ചതിന് ശേഷം അത് നിറയെ വെള്ളം ഒഴിക്കുക. അപ്പൊ എത്രയായി? അതിലൊരു 5 ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തു. അത് നമ്മൾ അങ്ങ് എല്ലാ ആഴ്ചയും കൊടുക്കുക. അപ്പൊ പയറിലുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമായെന്ന് മാത്രമല്ല, പയറിലെ പൂക്കളൊന്നും കൊഴിയാതെ ധാരാളമായിട്ട് പയറുണ്ടാവാനും സഹായിക്കും. പയറിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഉറുമ്പാണ്. അപ്പൊ ആ ഉറുമ്പ് വരാതിരിക്കാനും ഇത് വളരെ സഹായിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയാണ് കേട്ടോ. അതായത് പയറിനാണെങ്കിൽ ചാരാണ് കൊടുക്കേണ്ടത്, ഇതിനാണെങ്കിൽ ആര്യവേപ്പിന്റെ ഇലയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പൊ ഇത് രണ്ടും കൊടുക്കുക. എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ അത് ശരിക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇത് വെച്ചിട്ടുള്ള അതായത് ഇത് അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപം അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടുള്ളതും പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുന്നു കരുതുന്നു. അപ്പൊ അത്രയും വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം.
അപ്പം നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അല്ലെങ്കിൽ കമൻറ്റിൻ്റെ അപ്പം തന്നെ നമ്മൾ മറുപടി തരും. വീണ്ടും നല്ല വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ എല്ലാവരും കൃഷി ചെയ്യുക. അപ്പോൾ വിഷമില്ലാത്ത ഒരു കൊച്ചടുക്കളത്തോട്ടം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.